വചനമൊഴി ഉയിർപ്പുഞായർ. വചനഭാഗം യേശയ്യാ 60:1-7, 1 സാമുവേൽ 2:1-10, റോമ 6:1-14, മത്തായിയുടെ സുവിശേഷം 28:1-6. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ഉയിർപ്പ് ദിനം നമുക്ക് നൽകുന്ന പ്രത്യാശയും സന്തോഷവും എല്ലാവർക്കും അനുഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഉത്തിതനായ മിശിഹായോട് ചേർന്ന് പ്രത്യാശയിൽ ജീവിക്കാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹായുടെ ഉയിർപ്പ് സൃഷ്ടപ്രപഞ്ചത്തിന് മുഴുവൻ പുതുജീവൻ നൽകുന്നതാണ്. മനുഷ്യകുലത്തെ പ്രത്യാശയിലേക്ക് നയിക്കുന്നതാണത്. ഇഹലോക ജീവിതം കല്ലറ കൊണ്ട് അവസാനിക്കാനുള്ളതല്ല, മറിച്ച് മനുഷ്യനും മരണശേഷം നിത്യജീവനുണ്ട്, അവൻ്റെ ആത്മാവ് അനശ്വരമാണ് എന്നുള്ള ദൈവിക വെളിപ്പെടുത്തലാണ് ഉത്തിതനായ മിശിഹ നൽകുന്നത്. അവിടുന്ന് സഹനത്തെയും മരണത്തെയും അഭിമുഖീകരിച്ച് അതിന്മേൽ വിജയം നേടി മാനവകുലത്തെ പ്രത്യാശയിലേക്ക് നയിച്ചു. പ്രത്യാശയുടെ സന്ദേശം നൽകുന്ന ദൈവവചന ഭാഗങ്ങളാണ് ഉയിർപ്പ് ദിനത്തിൽ സഭാസമൂഹം ധ്യാന വിഷയമാക്കുന്നത്. സഹനാനുഭവത്തിലൂടെ കടന്ന് മരണത്തിന്റെ താഴ്വരയിൽ എന്ന പോലെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന യൂദാജനത്തിന് പ്രത്യാശ നൽകിക്കൊണ്ട് യെശയ്യാ പ്രവാചകൻ നടത്തുന്ന പ്രത്യാശയുടെ സന്ദേശമാണ് പ്രവചന ഗ്രന്ഥത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ പ്രഘോഷണത്തിൽ നാം ശ്രവിക്കുന്നത്. പ്രത്യാശ നഷ്ടപ്പെട്ട പ്രവാസികളെ അവർക്ക് ദൈവികമായൊരു ഭാവിയുണ്ടെന്ന് ബോധ്യപ്പെടുത്തുക, ദൈവമായ കർത്താവ് ഇസ്രായേലിനെ പുനർജീവിപ്പിച്ച് ആനന്ദത്തോടെ അവർ സിയോണിലേക്ക് തിരിച്ചു വരുമെന്ന പ്രത്യാശയുടെ സന്ദേശമാണ് യെശയ്യാ പ്രവാചകന്റെ വാക്കുകളിലൂടെ ശ്രവിക്കുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതാനുഭവങ്ങളിൽ ദൈവിക പദ്ധതി കാണുവാനും സഹനാനുഭവങ്ങളിൽ നിന്നുള്ള തിരിച്ചുവരവ് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കുവാനുമാണ് പ്രവാചക വചസ്സുകൾ പ്രചോദിപ്പിക്കുന്നത്. സാമുവേലിന്റെ 1-ാം പുസ്തകത്തിൽ നിന്നുമുള്ള 2-ാമത്തെ പ്രഘോഷണത്തിൽ കർത്താവിന്റെ മഹത്വവും പരിശുദ്ധിയും പ്രഘോഷിക്കുന്ന ഹന്നായുടെ കീർത്തനമാണ് ശ്രവിക്കുന്നത്. പരിശുദ്ധ കന്യാമറിയം എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടിയ കീർത്തനത്തിനു സമാനമാണ് ഹന്നായുടെ കീർത്തനം. മക്കളില്ലാതിരുന്ന ഹന്നായിക്ക് ഒരു പുത്രനെ ലഭിക്കുമെന്ന പ്രത്യാശയുടെ സന്ദേശത്തിന് പ്രത്യുത്തരമായി ഹന്ന ആലപിച്ച കീർത്തനമാണ് നാം ശ്രവിക്കുന്നത്. ബലഹീനരെയും അശക്തരെയും ഉയർത്തുന്നവനും പ്രത്യാശയുടെ ഉറവിടവും പരിശുദ്ധനുമായ ദൈവത്തെ പ്രകീർത്തിക്കുകയാണ് ഹന്ന ചെയ്യുന്നത്. പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ പങ്കുവെക്കുന്നതും ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിത്തറയായ മിശിഹായുടെ ഉത്ഥാനാനുഭവമാണ്. മിശിഹായുടെ ഉയർപ്പ് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ് മിശിഹായിൽ മരിക്കുന്ന എല്ലാവരും ഉയർപ്പിക്കപ്പെടും എന്നതാണ്. മനുഷ്യവർഗത്തിന്റെയും സമസ്ത ലോകത്തിന്റെയും രക്ഷാദൗത്യം മിശിഹായുടെ ഉയർപ്പിലൂടെ യാഥാർത്ഥ്യമായി എന്ന് പൗലോസ് ശ്ലീഹ വ്യക്തമാക്കുന്നു. ഉത്തിതനായ മിശിഹായെ കണ്ടതാണ് തന്റെ അപ്പസ്തോലികതയുടെ തെളിവ് എന്ന് പൗലോസ് ശ്ലീഹ ആവർത്തിക്കുന്നുണ്ട്. 1 കൊരിന്തോസ് 9:1, 15:8, ഗലാത്തി 1:12, 1:16. മിശിഹ മനുഷ്യകുലത്തിന്റെ പാപത്തിനു വേണ്ടി മരിച്ച് ഉത്ഥാനം ചെയ്തതുപോലെ മിശിഹായോടൊത്ത് പാപത്തിന് മരിച്ച് ഉത്ഥാനത്തിൽ പങ്കാളിയാകുവാനുള്ള ആഹ്വാനമാണ് പൗലോസ് ശ്ലീഹ ഇന്ന് തിരുവചനത്തിലൂടെ നൽകുന്നത്. ഇന്ന് നാം ശ്രവിക്കുന്ന സുവിശേഷ ഭാഗവും ഉയർപ്പിന്റെ സന്ദേശമാണ്, പ്രത്യാശയുടെ സന്ദേശമാണ് പങ്കുവെക്കുന്നത്. ഉയർപ്പ് ഒരു അറിയിപ്പായിട്ടാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ കർത്താവിന്റെ കല്ലറയിലേക്ക് പോയ സ്ത്രീകൾക്ക് ലഭിക്കുന്നത് ദൂതന്റെ ഒരു അറിയിപ്പാണ്. നിങ്ങൾ ക്രൂശിക്കപ്പെട്ട മിശിഹായെ അന്വേഷിക്കുന്നു എന്ന് എനിക്കറിയാം, അവൻ ഇവിടെയില്ല,
അരുൾ ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു. മരിച്ചവരുടെ ഇടയിലല്ല, ജീവിക്കുന്നവരുടെ ഇടയിലാണ് മിശിഹ എന്ന അറിയിപ്പാണ് ഉയർപ്പ് ദിനം നൽകുന്നത്. ഉയർപ്പ് ദിനം ഒരു സന്ദേശമാണ്. ഉയർപ്പ് നൽകുന്ന സന്ദേശം ഭയപ്പെടേണ്ട എന്നതാണ്. ഉയർപ്പറിയിക്കുന്ന ദൂതൻ പറയുന്നതും ഉത്ഥിതനായ ഈശോ ആദ്യം പറയുന്നതും ഭയപ്പെടേണ്ട എന്ന സന്ദേശമാണ്. നമുക്ക് ചുറ്റും ഭയത്തിന്റെയും ആകുലതയുടെയും ഇരുൾ നിറയുമ്പോൾ ഉത്ഥിതൻ നൽകുന്ന സന്ദേശം ഭയപ്പെടേണ്ട, ഞാൻ ആകുന്നു എന്നതാണ്. ഉത്ഥിതനായ മിശിഹായാണ് എക്കാലവും നമ്മോട് കൂടെയുള്ളത്. ഉത്ഥിതനായ മിശിഹ നൽകുന്ന വലിയ ഉറപ്പ്, ഭയപ്പെടേണ്ട, ലോകാവസാനം വരെയും എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. നമ്മോടൊപ്പം ഉള്ള, നമ്മോടുകൂടെ വസിക്കുന്ന മിശിഹ നൽകുന്ന ആ ഉറപ്പിൽ പ്രത്യാശയോടുകൂടിയായിരിക്കുവാൻ, നിരാശയും ആകുലതയും ഭയപ്പാടും വെടിഞ്ഞ് പ്രത്യാശയോടുകൂടെ ഉത്ഥിതനായ മിശിഹായെ അനുഭവിക്കുവാനുള്ള സന്ദേശമാണ് ഉയർപ്പ് ദിനം നമുക്ക് നൽകുന്നത്. ഉയർപ്പ് ഒരു ആഹ്വാനമാണ്. ദൂതൻ നൽകുന്ന ആഹ്വാനം, നിങ്ങൾ ഗലീലിലേക്ക് മടങ്ങുവിൻ, അവിടെ മിശിഹായെ കണ്ടെത്തുവിൻ എന്നതാണ്. മിശിഹ നിങ്ങൾക്ക് മുൻപേ ഗലീലിയയിലേക്ക് യാത്രയായിരിക്കുന്നു, അവനെ അവിടെ കണ്ടെത്തുവിൻ. ഗലീലിയ ഈശോയുടെയും ശിഷ്യന്മാരുടെയും ജീവിതത്തിന്റെ സ്ഥലമായിരുന്നു. ഗലീലിയ ജീവിതത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. ഗലീലിയിലേക്ക് മടങ്ങുവിൻ, അവിടെ മിശിഹായെ കണ്ടെത്തുവിനെന്ന് ദൂതന്മാർ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങുവിൻ, അവിടെ മിശിഹായെ കണ്ടെത്തുവിൻ എന്ന ആഹ്വാനമാണ് ദൂതൻ നൽകുന്നത്. അനുദിന ജീവിതത്തിൽ ഉത്ഥിതനായ മിശിഹായെ കണ്ടെത്തുവാൻ, കൂടെ നടക്കുന്നവരിൽ മിശിഹായെ കണ്ടെത്തുവാൻ, തിരുവചനങ്ങളിൽ പരിശുദ്ധ കുദാശയിൽ മിശിഹായെ കണ്ടെത്തുവാൻ, അങ്ങനെ ഉത്ഥിതനായ മിശിഹായെ കുദാശകളിലൂടെ, അങ്ങനെ ഉത്ഥിതനായ മിശിഹായെ ജീവിത സാഹചര്യങ്ങളിൽ അനുഭവിച്ച് നാം മറ്റുള്ളവർക്ക് ഉത്ഥിതനായ മിശിഹായുടെ സാന്നിധ്യമാകുവാൻ, മറ്റുള്ളവരിൽ ഉത്ഥിതനായ മിശിഹായെ ദർശിക്കുവാൻ സാധിക്കണം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മിശിഹായെ കണ്ടെത്തുവാൻ സാധിക്കണം എന്ന ആഹ്വാനമാണ് ഉയർപ്പ് തിരുനാൾ നമുക്ക് നൽകുന്നത്. ഉത്ഥിതനായ മിശിഹായെ അനുദിന ജീവിതത്തിൽ കണ്ടെത്തുവാൻ, സഹോദരങ്ങളിൽ ദൈവിക ചൈതന്യം വസിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് വരുവാൻ, അവരിലൂടെ മിശിഹായെ കണ്ടെത്തുവാൻ, മറ്റുള്ളവർക്ക് മിശിഹാനുഭവം പങ്കുവെക്കുന്നവരായി മാറുവാൻ നമുക്ക് ഈ ഉയർപ്പ് തിരുനാൾ ദിനം കൃപ പ്രാർത്ഥിക്കാം. നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഉത്ഥിതനായ മിശിഹായ്ക്ക് സാക്ഷ്യം നൽകുവാൻ, ഉത്ഥിതനായ മിശിഹായെ മറ്റുള്ളവർക്ക് അനുഭവേദ്യമാക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.